السلام عليكم ورحمة الله، أهلا بكم ومرحبا مرة أخرى إلى أكاديمية عربية. والآن نحن في درس جديد عنوانه ما رأيك في الواجب المنزلي. وقد ناقشنا هذا الدرس وفهمنا وقرأنا هذه الفكرة. إن شاء الله نحن ننتقل اليوم إلى التمرينات، وهذا هو صلب الموضوع وصلب هذا الدرس. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പാരഗ്രാഫിന്റെ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതിനെ കോംപ്രിഹെൻഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറെ ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട്, അതിലേക്ക് കിടക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. തമ്രീൻ 1 നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്താണ്? ഹോംവർക്കിനെ കുറിച്ചാണ് അല്ലെ? വാജിബ് മൻസിലി അജിബൻ ഹാദ ഇസ്തിബിയാൻ. ഒരു ഇസ്തിബിയാൻ ഉണ്ട്. ഇസ്തിബിയാൻ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം എന്നറിയോ? ഇസ്തിബിയാൻ അജിബാനിൽ ഇസ്തിബിയാൻ പ്രശ്നോത്തരി. ഇസ്തിബിയാൻ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ ഫോം ഒക്കെ ഉപയോഗിക്കില്ലേ, ഫോമുകൾ, സർവേ ഒക്കെ ഉപയോഗിക്കുന്ന ഫോമിനാണ് എന്താ പറയാ ഇസ്തിബിയാൻ എന്ന് പറയാം. ഒരു സർവേ ഫോം, അതാണ് ഇസ്തിബിയാൻ. അതിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇതില് നിങ്ങൾക്ക് ആൻസറുകൾ, ഇതിൽ ഏത് ആൻസറും കറക്റ്റ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ വളരെ സുഖമാണ്. നിങ്ങൾക്ക് ആരുടെയും തെറ്റൂല. കാരണം നമ്മൾ ഒരു സർവേ ഫോമിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഓപ്ഷൻ, അതിൽ ഏത് ഓപ്ഷനും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂലേ? അതുപോലെയാണ് വാജിബ്. ഇവിടെ നോക്കാം, നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്തു. വാജിബി യസ്തഗ്രിഖു മിന്നി ഡാഷ്. എന്റെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത് യസ്തഗ്രിഖു, അത് എന്താ പറയാ, അത് സമയമെടുക്കും അല്ലെങ്കിൽ അത് മുഴുകും, ഇൻവോൾവ് ചെയ്യും. എത്ര സമയം? അഖല്ല മിൻ സഅ, ഹവാലി സഅതൈൻ, സലാസ് സഅഅത് ഔ അക്സർ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓരോരുത്തരും പറഞ്ഞു നിങ്ങളെ ഹോംവർക്ക് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? അഖല്ല മിൻ സഅ. അഖല്ല മിൻ സഅ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. അഖല്ല മിൻ സഅ നമ്മൾ ടൈം പറയുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കുറച്ച് ചില പ്രയോഗങ്ങളാണ്. അതായത് ഇവിടെ എന്താ പറയാ, സൂപ്പർലേറ്റീവ് ഡിഗ്രികളും പറയാണ്. അഫ്ലലിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. അഫ്അൽ, അക്ബർ, അജ്മൽ, അത്വൽ, അഖൽ, അസ്ഗർ, അക്തർ, ഇത്തരം അതിന് കൂടി. അതേപോലെ തന്നെ സമയത്തിന്റെ ചില കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയാം. അഖല്ല മിൻ സഅ എന്താ അർത്ഥം? അഖല്ല മിൻ സഅ, സഅമന കുറച്ച് സമയം, ഒരു മണിക്കൂർ. സാഴത്ത് എന്നുള്ളത് നമ്മൾ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. സാഴത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ, അല്ലെങ്കിൽ സാഴത്ത് എന്ന് പറഞ്ഞാൽ സമയം. ഇവിടെ മണിക്കൂർ എന്നുള്ള അർത്ഥത്തിൽ. അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ഒരു സെൻസ് അനുസരിച്ച് അതിന് മാറ്റം, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചേഞ്ച് വരും. അക്കല്ല മിൻ സഅ എന്ന് പറയാം. അപ്പൊ എന്താണ്? 1 hour കുറവാണെന്നർത്ഥം. ഹവാലൈ സഅതൈൻ എന്ന് പറയാലോ. ഹവാലൈ സഅതൈൻ 2 hours. 2 മണിക്കൂർ. അറൗണ്ട് 2 hour, 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ. സലാസു സഅഅത്തിൻ ഔ അക്സറ, 3 മണിക്കൂറോ 3 അതിൽ മണിക്കൂറോ കൂടുതൽ. അല്ലെങ്കിൽ അതിൽ അതിൽ കൂടുതൽ. കൂടുതൽ. എന്നാലും നിങ്ങൾക്ക് ഏതാ ചൂസ് ചെയ്യാൻ തോന്നുന്നത്? ഹവാലി നിങ്ങള് ഹവാലൈ സഅതൈൻ. നിങ്ങൾ പിന്നെ ഹോംവർക്ക് ചെയ്യാറില്ലല്ലോ അല്ലെ? തെമ്രീനൊക്കെ ചെയ്യലുണ്ട്. ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇതൊക്കെ എഴുതിയെടുക്കാറുണ്ടോ നിങ്ങൾ? ചെയ്തിട്ടുണ്ട് കുറെ. اوكي اذا هذا عمل جيد. انا ابارككم في هذا الامر، في هذا يعني هذا جهودكم ستثمر ان شاء الله. اوكي لدي كل مساء واجب. كل مساء എല്ലാ വൈകുന്നേരത്തെ എനിക്ക് എന്തുണ്ട്? വാജിബ്. എനിക്കൊരു ഐ ഹാവ് ഹോംവർക്ക് في ഡാഷ് മാദ്ദത്തിൻ ഔ മാദ്ദത്തൈനി, സലാസ് മവാദിൻ ഔ അർബഅ, ഖംസ് മവാദിൻ ഔ അക്സറ. മാദ്ദത്തിൻ ഔ മാദ്ദത്തൈനി, മാദ്ദ വിഷയം, സബ്ജക്ട്. മാദ്ദ എന്ന് പറയുന്നത് സബ്ജക്ട്. ഔ മാദ്ദത്തൈനി, ഒരു സബ്ജക്റ്റ്, ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സബ്ജക്ട്. 1-2 സബ്ജക്റ്റിലെ 2 സബ്ജക്റ്റിന്റെ വർക്ക് ഉണ്ടാവും. സലാസ് മവാദ് അല്ലെങ്കിലോ 3 സബ്ജക്റ്റ് വർബ. ഹംസ് മവാദ് വക്സർ. കണ്ടോ? ഇതിലിപ്പോ നിങ്ങൾ കൂടുതലോ? ഇതിലേതും ചൂസ് ചെയ്യാലോ. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കൂല. ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ,
യുംകിനുനി അദ ഡാഷ് വാജിബി ഫിൽ മദ്രസ. യുംകിനുനി എന്താ അർത്ഥം പറയാ? യുംകിനുനി ഇടയ്ക്ക് വരുന്ന ഒരു സ്റ്റൈലാണ്. യുംകിനുനി എന്ന് പറയുന്നത് എന്താ? യുംകിനുനി ഐ എനിക്ക് ക്യാൻ. യെസ്, ഐ ക്യാൻ, എനിക്ക് കഴിയും. അദാ ഡാഷ് അദാ എന്ന് പറയാ ചെയ്യാ അല്ലെ? ടു ഡു. എന്താണ് വാജിബി ഫിൽ മദ്രസ? മുഅലം, നിസ്, ലാ ഷൈ അമിൻ. ഓരോ ഇതുണ്ടോ മുഅലം? മുഅലം എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ആയിട്ട്. മുഅലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൂരിഭാഗം, അതിന്റെ മെജോറിറ്റി എന്നർത്ഥം. കംപ്ലീറ്റ് എന്നല്ല, കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കാമിൽ എന്ന് പറയുന്നത്, ബി അക്മലിഹി എന്ന് പറയും. മുഅലം എന്ന് പറഞ്ഞാൽ ഒരു 90% എന്നൊക്കെ. അല്ലെങ്കിൽ നിസ്ഫ്. നിസ്ഫ് അറിയാം അല്ലെ? നിസ്ഫ് പകുതി. പകുതി. നിസ്ഫ് സാ എന്നൊക്കെ പറയാറുണ്ട്. ലാ ഷൈ അമിൻ. ഒന്നും കഴിയില്ല. നത്തിങ്, ഒന്നും ചെയ്യില്ല. യുംകിനുനി അദ നത്തിങ് എന്നുള്ള അർത്ഥം, ഒന്നും ചെയ്യാൻ. ലദയ്യ ദായിമൻ ഡാഷ് ബിദൂൻ വാജിബ് കുല്ലു ഉസ്ബു. ലദയ്യ ദായിമൻ ഡാഷ് അക്സർ മിൻ യൗം, യൗം വാഹിദ്, അഖല്ല മിൻ യൗം. ഓരോ ആഴ്ചയിലും പിന്നെ ഹോംവർക്ക് ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവാം, അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാവുക, അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. ഒക്കെയാണ് അക്സർ മിൻ യൗമിൻ. എത്ര ഉണ്ടാവും? ലദയ്യ. ലദയ്യ എന്ന് പറയുന്ന അർത്ഥം പറയാമോ? ലദയ്യ ഐ ഹാവ്. പ്ലസ് ഐ ഹാവ്. ലദയ്യ ഐ ഹാവ്. എന്റെ എന്നും പറയാം ലദയ്യ. ദായിമൻ എല്ലാ സമയത്തും. അക്സർ മിൻ യൗം അല്ലെങ്കിൽ യൗം വാഹിദ്, അഖല്ല മിൻ യൗം. അഖല്ല മിൻ യൗം എന്ന് പറയാം ഒരു ദിവസത്തിൽ കുറവ്. അക്സർ മിൻ യൗം എന്ന് പറയാലോ ഒരു ദിവസത്തിൽ കൂടുതൽ. ഓക്കെ, അടുത്തത് 5ാമത്തെ. ഫിൽ ഉസ്ബുഇൽ മാലി ഇസ്തഗ്റഖൽ വാജിബു മിന്നി ഡാഷ് സഅഅത്തിൻ. ഫിൽ ഉസ്ബുഇൽ മാലി എന്താണ് മീനിങ്? നിങ്ങൾ പറഞ്ഞു ട്രൈ കഴിഞ്ഞ ചെയ്തു. ആഴ്ച. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്തഗ്റഖൽ വാജിബു മിന്നി ഞാൻ എന്റെ എന്റെ വർക്കിൽ ഇൻവോൾവ് ആയി. എന്റെ വർക്ക് ഇൻവോൾവ് ആയി. എത്ര സഅഅത്തിൻ ഡാഷ് സഅഅത്തിൻ. അഖല്ല മിൻ ഖംസ്, മിൻ ഖംസിൻ ഇലാ അശർ, അക്സറ മിൻ അശർ. എത്രയും പേര് അല്ലെ? അഖല്ല മിൻ ഖംസ് എന്ന് പറയാം 5 മണിക്കൂറിൽ താഴെ 5 മണിക്കൂറിൽ താഴെ. ഖംസു സഅഅത്തിൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടി, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സാഅത്ത് എന്നുള്ളതുണ്ടോ? സാഅത്ത് മുഅന്നസ് ആണ് അല്ലെ? സാഅത്ത് മുഅന്നസ് ആണ്. അപ്പൊ സാഅത്ത് മുഅന്നസ് ആകുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന അദദിന്റെ ലഫ്ള് നോക്ക്. ഹംസ് എന്നാണ്. ഹംസ് എന്നാണോ ഹംസത്ത് എന്നാണോ ഉപയോഗിച്ചത് ഇവിടെ? ഹംസ് ഉണ്ടോ? അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന, നമ്മൾ എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണെങ്കിൽ അതിനെ എണ്ണാൻ ഉപയോഗിക്കുന്ന ലഫ്ള് മുദക്കറായിട്ട് പറയണം. 3 മുതൽ 10 വരെയുള്ള ഒരു നിയമമാണ് ഹംസ്. 3 മുതൽ മാത്രമല്ല, പല എണ്ണങ്ങളിലും അങ്ങനെയാണ് വരിക. അത് നമ്മൾ അദദിന്റെ ഒരു നിയമമായിട്ട് പിന്നെ ഗ്രാമറിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഹംസൻ എവിടെയും കണ്ട ഹംസത്ത് എന്നല്ല പറയാം. ഹംസത്ത് എന്ന് പറയാൻ കാരണം, അല്ല ഹംസ് എന്ന് ഉപയോഗിക്കാൻ കാരണം ഇവിടെ സാഅത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ്. അക്സർ മിൻ അഷർ, 10നേക്കാൾ, 10ൽ കൂടുതൽ മണിക്കൂർ. അപ്പൊ ഒരാഴ്ചയിൽ എനിക്ക് 10 മണിക്കൂറിലധികം സമയം ഹോംവർക്കിനായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഫിബഅലിൽ ഔഖാത്ത് ലാ അഅമലു വാജിബി. ചില സമയങ്ങളിൽ ലാ അഅമലു വാജിബി, ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യില്ല. വലാകിന്നൽ മുഅല്ലിം ലാ യഹ്തം. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അധ്യാപകന് പ്രശ്നമൊന്നുമില്ല. വലാകിന്നൽ മുഅല്ലിം ലാ യഹ്തം. ലാ യഹ്തം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കൂല, അതിന് ഇമ്പോർട്ടൻസ് നൽകാതെ. ഫയഗ്ലിബ് മിന്നിൽ മുഅല്ലിം. അപ്പൊ ഞാൻ മറ്റൊരു ഓപ്ഷൻ എന്താണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇതൊരു ഗൂഗിൾ ഫോം ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യാം. ഫയഗ്ലിബ് മിന്നി അൽ മുഅല്ലിം. ടീച്ചർ ദേഷ്യപ്പെടുന്നു. ദേഷ്യപ്പെടും. യെസ്, അതെ, ദേഷ്യപ്പെടും. ടീച്ചർ എന്നോട്, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടും. ഫയുആകിബുനി അൽ മുഅല്ലിം. മറ്റൊന്നെന്താണ്? ഫയുആകിബുനി അൽ മുഅല്ലിം. അധ്യാപകൻ എന്നെ എന്ത് ചെയ്യും? ആക്കബ. ആക്കബ അറിയോ? ഇക്കാബ് കിട്ടണം. ഇക്കാബ് ആക്കബ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക, എന്നെ ശിക്ഷിക്കുന്നവർക്ക്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക്
കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാനൊന്നുമില്ല, ഏത് സെലക്ട് ചെയ്താലും ആൻസർ. പിന്നെ പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാൻ. തംറീൻ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ് ആണ്. സുഅൽ അവൽ അലാ യസ്അലു വാലിദുക കസീറൻ അനിൽ വാജിബ്. അലാ യസ്അലുക, സോറി അലാ യസ്അലു. അലാ യസ്അലു എന്ന് പറഞ്ഞാല് നമ്മള് ക്വസ്റ്റ്യന്റെ ഒരു രൂപമാണ് കേട്ടോ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നില്ല. യസ്അലു ഹലോ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഇവിടെ കണ്ടോ രണ്ട് ക്വസ്റ്റ്യൻ. ഐഎസ്അലു എന്താ ഐഎസ്അലു ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നും കേൾക്കുന്നില്ല. അതെ, ഒന്നും കേൾക്കുന്നില്ല. അർത്ഥം ഹലോ സാർ ഒന്നും കേൾക്കുന്നുണ്ടായില്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് എന്താ കേട്ടെ? ചോദ്യം തുടങ്ങിയതേ കേട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സുആൽ നമ്മൾ ഒന്നുകൂടി ചോദിക്കാം. തംറീൻ സാനി അലാ യസ്അലു വാലിദുക കസീറൻ അനിൽ വാജിബ്. നിന്റെ ഫാദർ പിന്നെ ഹോംവർക്കിനെ കുറിച്ച് ധാരാളമായിട്ട് ചോദിക്കാറില്ലേ? അലാ യസ്അലു, ചോദിക്കൂലേ എന്നാണ് ചോദ്യം. ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചറിൽ ഒരു നെഗറ്റീവ്, ഒരു മംഫിയായ സ്റ്റൈലാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ചോദിക്കും, നീ ഭക്ഷണം കഴിച്ചോ, നീ പിന്നെ പാഠം എഴുതിയോ, നീ ഹോംവർക്ക് ചെയ്തു. ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ നെഗറ്റീവ് ആയിട്ടും ചോദിക്കാം, നീ ചെയ്തിട്ടില്ലേ, നീ പോയിട്ടില്ലേ, നീ വന്നിട്ടില്ലേ, നീ പോകുന്നില്ലേ, നീ വരില്ലേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ലേ. അതിന്റെ ഒരു സ്റ്റൈലാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ആ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡാണ്. അതിന്റെ കൂടെ നെഫി ചോദിച്ചിട്ട് അല്ല യസ്അലു, ചോദിക്കുന്നില്ലേ. നിങ്ങൾ ഖുർആനിൽ ശ്രദ്ധിച്ചില്ലേ, അലം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ലം യജ്അൽ കൈദഹും ഫീ തളീൽ. അല്ലേ, അവിടെയൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അലം തറ, നീ കാണുന്നില്ലേ, അലം യജ്അൽ, ആക്കിയിട്ടില്ലേ, അതേപോലെ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ എന്താ? ബല, അതെ എന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ അതെ, ഞാൻ യെസ് എന്നുള്ള ആൻസർ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന, യെസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് ബല എന്നാണ്. ഇവിടെ നാം എന്ന് പറഞ്ഞാല് ഇല്ല എന്നാണ് അർത്ഥം. ഉണ്ട് എന്നാണ് അർത്ഥമെങ്കിൽ ബല എന്ന് ഉപയോഗിക്കണം. അതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം. ഹുമ യസ്അലാനി കസീറൻ അനിൽ വാജിബ്. അതെ, രണ്ട് പിന്നെ ഇപ്പം വാലിദാക്ക എന്നാണല്ലേ. വാലിദാക്ക എന്ന് പറയുമ്പോൾ രണ്ട് മാതാപിതാക്കൾ, രണ്ടുപേരും ഹോംവർക്കിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ചോദ്യം, അലാ യുകല്ലിഫു ബഅദുൽ മുദർരിസീന തലാമീദ സിഗാറ ബിവാജിബാത്തിൻ കസീറ. അലാ യുകല്ലിഫു
നിർബന്ധിക്കാറില്ലേ? ബാലുൽ മുദരിസീന, ചില അധ്യാപകർ, അത്തലാമീദ സിഗാർ, ചെറിയ കുട്ടികളെ, വാജിബാത്തിൻ കസീറ, ഒരുപാട് ഹോംവർക്ക് നൽകി നിർബന്ധിക്കാറില്ലേ? അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യാം? ബല ബല യുക്കല്ലിഫു ബല. ബഅദൽ മുദരിസീൻ. യെസ്, അത്ര മതി. ബല കഴിഞ്ഞിട്ട് ബാക്കി അതേപോലെ പറയാം. ബല യുകല്ലിഫു ബഅദുൽ മുദരിസീന തലാമീദ സിഗാറ ബിവാജിബാത്ത്. അടുത്ത നോക്കുക. അലാ യഖ്ലി ബഅദുൽ തലാമി, ചെലവഴിക്കാറില്ലേ? അലാ യഖ്ലി എന്താണ് പറയാം? കേൾക്കുന്നില്ല? ഹലോ, ബല എന്താണ് ആൻസർ? എന്ന് പറയും? അലാ യഖ്ലി എന്ന് ചോദിക്കുമ്പോ ബല. അതെ, ബല യഖ്ലി ബഅദു യുക്കല്ലി തലാമീദ് ബഅദ സലാ. തലാമീദ് സലാസ സഅത്തിൻ അവ അക്സറ ഫി. ഓക്കെ, അപ്പൊ അതേപോലെ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ. അതോടെ അപ്പൊ അലാ തഅമൽ വാജിബക ഫിൽ മദ്രസ ഫി ബഅദൽ ഔഖാത്ത്, നിന്റെ ഹോംവർക്ക് ചിലപ്പോ നീ സ്കൂളിൽ വെച്ച് ചെയ്യാറില്ലേ? അലാ തഅമലു, നീ ചെയ്യാറില്ലേ? അപ്പൊ നഅം എന്ന് പറഞ്ഞാല് ചെയ്യാറില്ല എന്നാണ് അർത്ഥം. ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ എന്ത് പറയണം? ബല അഅമലു വാജിബക. അവിടെ ഒരു വ്യത്യാസം വരും കേട്ടോ. തഅമലു നിന്നോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ അഅമലു വാജിബി ബല അഅമലു വാജിബി ഫിൽ മദ്രസ ഫി ബഅദൽ ഔഖാത്ത്. മദ്രസ ഫി ബഅദൽ അടുത്തത് ഔഖാത്ത്. അസ്ബുൽ മാദി അക്സറ മിൻ 5. അപ്പൊ എന്ത് ചെയ്യും? അലം എന്നാണ്. അലം ലമ്മാണ് അവിടെ. അപ്പൊ എന്താണ്? നിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ 5 മണിക്കൂറിലധികം നിന്റെ ഹോംവർക്ക് സമയം എടുത്തിട്ടില്ലേ? അത് മാലിയുടെ അർത്ഥത്തിൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബല ഇസ്തഗറക. അപ്പൊ മാലിയാക്കി പറയണം കേട്ടോ. ബല, കാരണം മാലിയിലാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? ബല ഇസ്തഗറക. പിന്നെന്ത് ചെയ്യും? വാജിബ് ഇസ്തഗറക വാജിബി വാജിബി ജിബി എന്നുള്ള മാറ്റിട്ട് വാജിബി ഓക്കെ. ഇനി അടുത്ത ചോദ്യം. സുഅൽ മൻ യസ്അലു അസ്ഇല കസീറ അനിൽ വാജിബ്? അൽ വാലിദാനി യസ്അലാനി അസ്ഇല കസീറ അനിൽ വാജിബ്. രണ്ടാമത്തെ ചോദ്യം. മൻ യുകല്ലിഫു തലാമീദ ബിവാജിബാത്തിൻ കസീറ? ആരാണ് പിന്നെ ധാരാളം ഹോംവർക്കുകൾ കൊണ്ട് നിർബന്ധിക്കാറുള്ളത്? അപ്പൊ മൻ ആരാണ് ചെയ്യാറുള്ളത്? നമുക്കറിയില്ല. ബഅലുൽ അസാതിദ അല്ലെങ്കിൽ ബഅലുൽ മുദർരിസീന യുകല്ലിഫു അത്തലാമീദ ബിവാജിബാത്തിൻ കസീറ. അടുത്തത് നേരിട്ട് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. മൻ യുഅദ്ദി വാജിബാത്ത് കസീറ കുല്ല യൗം? ആരാണ് കുറെ ഹോംവർക്കുകൾ ചെയ്യാറുള്ളത്? ആരാ പറയണോ? ഓർമ്മ ഉണ്ടോ? യുഅദ്ദി തലാമീദുൻ സ്വയം. അത് കൊടുത്തായി. ബഅദു തലാമീദ് യുഅദ്ദി വാജിബാത്തിൻ കസീറ കുല്ല യൗം. മൻ യുആഖിബു തലാമീദ ഇദാ ലം യഅമലുൽ വാജിബ്? ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥി അൽ മുദർരിസൂന തലാമീദു ഇദാ ലം അല്ല, യഅമൽ വാജിബ്. ബഅലു എന്ന് പറയാം. ബഅലുൽ മുദർരിസീന യുആഖിബു തലാമീദ്. മനിൽ മുഅല്ലിം അല്ലദി യുകല്ലിഫു തലാമീദ ബിവാജിബാത്തിൻ കസീറ ഫി ഫസ്ലിക്കും? അതെ, നിങ്ങളോട് ഡയറക്റ്റ് ചോദ്യമാണ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഏത് അധ്യാപകനാണ് നിങ്ങൾക്ക് കൂടുതൽ ഹോംവർക്ക് തരാറുള്ളത്? ഏത് അധ്യാപകനാണ്? ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു അധ്യാപകന്റെ പേര് കൊടുക്കുക. അടുത്ത ചോദ്യം. സുഅൽ കം സുഅലൻ ഫി ഹാദൽ ഇസ്തിബിയാൻ? ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ഫോം, ഇൻ ദിസ് സർവേ? അപ്പൊ ഫി ഹാദൽ ഇസ്തിബിയാൻ സിത്തത്തു അസ്ഇല. ഇവിടെ 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫോമിൽ. കം ലികുല്ലി സുആലിൻ, എത്ര ചോദ്യം, എത്ര ആൻസർ കൊടുത്തിട്ടുണ്ട്? ഓപ്ഷൻസ് എത്ര ഉണ്ട്? 3 എണ്ണല്ലേ? ഇവിടെ ഇപ്പുറത്ത് കൊടുത്താണ്. കമ്പനിയിൽ 1 വന്നതാണ്. ഹവാലെ സാഅത്തൈനി സലാസ. ഇസ്തിബിയാനിൽ എത്ര ഓപ്ഷൻസ് വന്നിട്ടുണ്ട്? സലാസു അജ്വീബ. സലാസത്തു അജ്വീബ. ഏതാ ശരി? സലാസു അജ്വീബ എന്ന് പറയണോ സലാസത്തു അജ്വീബ എന്ന് പറയണോ? നേരത്തെ പറഞ്ഞ ഒരു സലാസു പോയിന്റ് വെച്ചിട്ട് ആണോ നോക്കാം. അപ്പൊ അജ്വീബ എന്ന് പറയുമ്പോൾ മനസ്സാണ്. ഓക്കെ, പക്ഷെ ജവാബ് മുദക്കറാണ്.
അല്ലേ? അപ്പൊ ജവാബ് വലത് മുതക്കറാണ്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഹംസത്ത് ഔലാദിൻ. ബിന്ത് മുഅന്നസാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹംസു ബനാത്തിൻ. അങ്ങനെ ആ ഒരു ഉദാഹരണം എഴുതി വെച്ചത്. ഹംസു ബനാത്തിൻ ഹംസത്ത് ഔലാദിൻ. ഓക്കെ. കം സാഅതൻ വായിക്കുമ്പോ കമ്മ് വെച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും നെസ്ബായിട്ട് വായിക്കണ്ടോ? കം സാഅതൻ എത്ര. കം സാഅത്തിൻ എന്നാണെങ്കിൽ അർത്ഥം മാറും. കം സാഅത്തിൻ, കം മാദത്തിൻ, കം ഇജാബത്തിൻ. ജെറു കൊടുക്കരുത്, കസ്റായിട്ട് വായിക്കരുത്. കം സാഅതൻ യസ്തഗ്രിഖു മിൻകൽ വാജിബ് കുല്ല യൗമിൻ. തഖ്രീബൻ. തഖ്രീബൻ വേണ ഏകദേശം, എറൗണ്ട്. ഏകദേശം നിന്റെ ഹോംവർക്കിന് എത്ര സമയമെടുക്കും? നമുക്ക് എന്ത് പറയാം? യസ്തഗ്രിഖു മിന്നി അൽ വാജിബ കുല്ല യൗമിൻ തഖ്രീബൻ 3 സഅഅത്തിൻ, അല്ലെങ്കിൽ സഅതൈനി, ഹവാലി സഅതൈനി, നിനക്ക് കൊടുക്കും. കം മാദ്ദത്തൻ ലദൈക കുല്ല മസാഇൻ ഫിൽ വാജിബ്. ഓരോ ഈവനിങ്ങിലും നിനക്ക് എത്ര സബ്ജക്റ്റിൽ ഹോംവർക്ക് ഉണ്ടാവാറുണ്ട്? കം മാദ്ദത്തൻ. ലദൈക എന്നാണ്. അപ്പൊ ചോദ്യം ആൻസർ എങ്ങനെ പറയും? ലദയ്യ കുല്ല മസാഇൻ ഫിൽ വാജിബി 5 മവാദിൻ, അല്ലെങ്കിൽ 4 മവാദിൻ എന്ന് കൊടുക്കും. കം യൗമൻ ലദൈക കുല്ല ഉസ്ബുഇൻ ബിദൂനി വാജിബ്. പിന്നെ ഹോംവർക്ക് ഇല്ലാത്ത എത്ര ദിവസമാണ് ഒരു ആഴ്ചയിൽ ഉണ്ടാവുക എന്ന് പറയാം? ലദയ്യ ഫീ കുല്ലി ഉസ്ബുഇൻ. അപ്പൊ എങ്ങനെ പറയാം? ലദയ്യ യൗമാനി, അല്ലെങ്കിൽ യൗമുൻ വാഹിദ്. ലദയ്യ യൗമുൻ വാഹിദ് കുല്ല ഉസ്ബുഇൻ ബിദൂനി വാജിബ്. ഒരു ദിവസം ഹോംവർക്ക് ഒന്നും ചെയ്യാതിരിക്കാറുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തകല്ലം മുസ്തഈനൻ ബിസ്സുവരി വൽ കലിമാത്ത് കമാ ഫിൽ അംസില. മാദാ സയഅമലു തലാമീദ്? സയഅമലു തലാമീദുൽ വാജിബ. ഹൽ അമില. മാദാ എന്താണ് ചെയ്യാറുള്ളത്? ഒരു ഫ്യൂച്ചർ ടെൻസിലാണ്. മാദാ സയഅമലു, അവർ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? സയഅമലു തലാമീദുൽ വാജിബ, ഒരു ഹോംവർക്ക് ചെയ്യും. ഹൽ അമില തലാമീദുൽ വാജിബ, വിദ്യാർത്ഥികൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഹല്ലാണ്. ഇല്ല, ഇല്ല. കഥ അമലൂനൽ വാജിബ ഹദൽ മസാ, അവര് ചെയ്യുമായിരിക്കും. കഥ എന്ന് പറഞ്ഞാൽ മുലാരിയുടെ കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും എന്നുള്ള ഒരു അർത്ഥമാണ്. കഥ അമലൂനൽ വാജിബ്, ഈവനിങ്ങിലെ ചെയ്യുമായിരിക്കും, മേ ബി എന്നുള്ള അർത്ഥം. അതൊന്നു അന്നക അമിൽ തൽ വാജിബ്, നീ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അല്ല അമൽ വാജിബ്. മസാ തഅമലുഹു, നീ എപ്പോ ചെയ്യും? കഥ അമലുഹു ഹദൽ മസാ, ഞാൻ ഈവനിങ്ങിൽ അത് ചെയ്യും. ചെയ്യുന്ന പറയുമ്പോൾ അവിടെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് കഥ വെച്ചിട്ട് പറയും. അപ്പൊ അതുപോലെ ഇവിടെ ഈ ഒരു ഫസ്റ്റത്തെ പിക്ചറിനെ ബേസ് ചെയ്താണ് ഇതേപോലുള്ള ചോദ്യം. അപ്പൊ ഇവിടെ ചോദിക്കണം മുദിയ. മുദിയ കദിയുലിനുൽ ഖബർ ഖബ്ലൽ ഇശാ. മുദി എന്ന് പറഞ്ഞാല് TV അവതാരകൻ, ബ്രോഡ്കാസ്റ്റർ. കദിയുലിനുൽ ഖബർ എന്ത് ചെയ്യും? ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. യുലിനു എന്ന് പറഞ്ഞാല് ടിവിയിൽ ബ്രോഡ്കാസ്റ്റ് ദ ന്യൂസ്. യുലിനു എന്ന് പറഞ്ഞാൽ ഏലാൻ ചെയ്യാൻ, അറിയിക്കുക എന്നാണ് അർത്ഥം. അനൗൺസ്. ഖബ്ലൽ ഇശ, ഖബ്ലൽ അശ എന്ന് പറയല്ലേ, അശ എന്ന് ഡിന്നറിന് മുമ്പായിട്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ചോദിക്കാം മാദാ യഅമലുൽ മുദി. അപ്പൊ പറയാം എന്താ? അൽ മുദിഉ ഖദ് യുലിനുൽ ഖബർ. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതേപോലെ ചോദിക്കാം. രണ്ടെണ്ണം ചെയ്യാം, ബാക്കി ഞങ്ങളും ചെയ്തിട്ട്. അപ്പൊ മാദാ സയഅമലു തലാം. അപ്പൊ എങ്ങനെ ചോദിക്കാം? മാദാ സയഅമലു, അല്ലെങ്കിൽ മാദാ സയഉലിനു അൽ മുദിയ. മാദാ സയഉലിനു അൽ മുദിയ. അപ്പൊ നമ്മൾ എന്താ പറയും? സയഉലിനുൽ മുദിഉ അൽ ഖബറ. അടുത്ത ദിവസം ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ ചെയ്യാം. ഹൽ അമില തലാമീദുൽ വാജിബ എന്ന് ചോദിക്കുമ്പോൾ ഹൽ അലന അൽ മുദിഉ അൽ ഖബറ? ലാ, ഖദ് യുലിനു അൽ ഖബറ ബഅദൽ അശാ. അظن أنك عملت الواجب. أظن أن المذيع أعلن الخبر. لا، لم يعلن المذيع الخبر. അടുത്ത ചോദ്യം മതാ സതഅമലുഹു. അതുപോലെ ചോദ്യം മതാ സതഉലിനു അൽ മുദീഉ അൽ ഖബറ. സയുലിനു അൽ മുദീഉ അൽ ഖബറ ബഅദൽ അശാ. അപ്പൊ മാദ ഉണ്ട്, ഹല്ലുണ്ട്, അളുന്നു, മത. അപ്പൊ അതേപോലെ അടുത്ത ചോദിക്കാം. പിന്നെ എന്താ പറയാ? ലായിബാനി ഖദ് യബ്ദഅനിൽ മുബാറ ബഅദ സഅ. രണ്ട് മത്സരാർത്ഥികള് അവരുടെ ടൂർണമെന്റ് 1 മണിക്കൂറിന് ശേഷം ആരംഭിക്കും. അപ്പൊ അതും ഇതേപോലെ ചോദിക്കാം അല്ലെ. ലായിബാനിയാണ്, മുബാറാത്താണ് ചോദിക്കാം. ഹൽ മാദാ അല്ലെ, മാദാ സയബ്ദഉ അൽ ലായിബാനി. മാദാ സയബ്ദഉ അൽ ലായിബാനി. പറയാ സയബ്ദഉ അൽ ലായിബാനി അൽ മുബാറാത്ത്. ഹൽ ബദഅ അൽ ആമിലാനി اللاعبان المباراة؟ لا، قد سيبدأان
അല്ലെങ്കിൽ കഥ യബ്ദആനി ബഅദ കഥ യബ്ദആനി എന്താ അൽ മുബാറാത ബഅദ അൽ അശ. അതേപോലെ അദുന്നു അന്നക അമിൽതൽ വാജിബ് ലാ ലം അമൽ വാജിബ് പോലെ എന്ന് പറ. അദുന്നു അന്നൽ ലഇബൈനി ബദഅ അൽ മുബാറാത്ത് അപ്പൊ പറയാം ലാ ലം യബ്ദഅ അൽ മുബാറാത. അപ്പൊ നമ്മൾ ചോദിക്കണം മതാ സയബ്ദആനി അല്ലെങ്കിൽ മതാ കഥ യബ്ദആനി. അവിടെ കഥ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സാ വെച്ചാണ്. സാണ് അത് അധികം ഉപയോഗിക്കാറ്. ഈ കഥ ഒന്നും അപ്പോഴും കഥ അധികം ഇതൊരു ഇംഗ്ലീഷിന്റെ സ്റ്റൈലിൽ നിന്ന് മാറ്റിയതാണ്. അപ്പൊ സയഅമലാനി അല്ലെങ്കിൽ സോറി സയബ്ദആനി ബഅദൽ അശാഇ. ഇനി അതേപോലെ ബാക്കി 3 ഉണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ മുസാഫിറാത്ത് യാത്ര ചെയ്യുന്ന സ്ത്രീകള് അത് യുജഹിദുനൽ ഹഖായിബ ഒരു ബാഗ് പാക്ക് ചെയ്യും. ജഹസൽ ഹഖായിബ് എന്ന് പറഞ്ഞാൽ ബാഗ് പാക്കിംഗ്, ഒരു ബാഗ് പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുന്നത്. ബഅദൽ ളുഹറിന് ശേഷം. അൽ ഉസ്താദ അധ്യാപിക ഖദ് തുസഹിഹു ദഫാതിർ നോട്ട് ബുക്കുകൾ കറക്റ്റ് ചെയ്യും. ബഅദ ദർസി ക്ലാസ്സിന് ശേഷം. ഇപ്പൊ നേരത്തെ തന്ന പാറ്റേണിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അൽ മുദീറു ഖദ് യുസജ്ജിലു നതീജ സബാഹൽ ഗദ്. മാനേജർ പിന്നെ റിസൾട്ട് റെക്കോർഡ് ചെയ്യും അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തും. സബാഹൽ ഗദ് ടുമാറോ മോർണിംഗ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ചോദിച്ച പോലെ ഹൽ സജ്ജലൽ മുദീറു നതീജ അല്ലെങ്കിൽ മാദാ യുസജ്ജിലു മുദീറു, പിന്നെ മതാ യുസജ്ജിലുൽ മുദീറു, അങ്ങനെയൊക്കെയുള്ള മത വെച്ചിട്ട് മാത വെച്ചിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഓരോ പിക്ചറിനും ബേസ് ചെയ്ത് നേരത്തെ ഒരു പാറ്റേണിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇനി 6ാമത്തെ ഒരു തമ്രീനെ നോക്കാം. ഐദൽ ജുമലാത്തിയ മാ വലഇ മാ ബൈനൽ ഖൗസൈനി ഫിൽ അമാകിൻ അൽ മുനാസിബ കമാ ഫിൽ മിസാൽ. ബ്രാക്കറ്റിലുള്ളത് കൃത്യമായ അനുയോജ്യമായ സ്ഥലത്ത് വെച്ചിട്ട് സെന്റൻസ് റീറൈറ്റ് ചെയ്യാനാണ്. മിസാൽ യുകല്ലിഫുൽ മുദർരിസൂന തലാമീദ ബിവാജിബാത്തിൻ ഡാഷ് അസ്ഗാർ കസീറ. യുകല്ലിഫുൽ മുദർരിസൂന ഇവിടെ എവിടെയാണ് സിഗാർ കസീറ, അത് രണ്ടും അപ്ലൈ ചെയ്യണം. എവിടെ അപ്ലൈ ചെയ്യാം? യുകല്ലിഫു അൽ മുദർരിസൂന. ആ ടെക്സ്റ്റ് വായിച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. യുകല്ലിഫു അൽ മുദർരിസൂന തലാമീദ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ സിഗാറ ബിവാജിബാത്തിൻ കസീറ. അതുപോലെ തംസഹു അൽ ഉമ്മു താവില ബിഖിതഅ. ഉമ്മ ടേബിള് ഒരു കഷ്ണം കൊണ്ട് തുടക്കുന്നു എന്നാണ്. ഇപ്പൊ എന്താ പറയാം? തംസഹുൽ ഉമ്മു താവില. ഇവിടെ കബീറ ഉണ്ട്, നലീഫ ഉണ്ട്. ഇവിടെ കൊടുക്കാം ഉമ്മു. ഓക്കെ, തംസഹുൽ ഉമ്മു താവിലത്തുൽ കബീറ ബിഖിതഅത്തിൻ നലീഫ. യെസ്. അപ്പൊ അഡ്ജക്റ്റീവ്സ് അതല്ലെങ്കിൽ നഅത്ത് എവിടെ അപ്ലൈ ചെയ്യുന്നുള്ളതാണ് ഇവിടെ എടുക്കേണ്ടത്. സഅദൽ മുദീറു അൽ ആമില ബിമാലിൻ. തൊഴിലാളിയെ കാശ് കൊടുത്തു, മാനേജർ സഹായിച്ചു എന്നാണ് സെന്റൻസ്. ഇവിടെ അമീൻ എന്നുണ്ട്, കസീർ ഉണ്ട്. അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ, കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം. ഇവിടെ കൊടുക്കും സഅദ അൽ ആമില അൽ അമീന ബിമാലിൻ കസീറിൻ. يرسم الرسامون الصورة بألوان داش الجميلة زيتية. ചിത്രം ഡ്രോയിങ് ചെയ്യുന്ന ആളുകൾ, ചിത്രകാരന്മാര് ചിത്രം പെയിന്റ് ചെയ്യുന്നു. ബി അൽവാനിൻ കളറുകൾ കൊണ്ട്, അൽ ജമീല ഭംഗിയുള്ള, സൈത്തിയ ഓയിൽ പെയിന്റ്. അപ്പൊ റസാമൂന എവിടെ കൊടുക്കാം? സൂറത്തുൽ ജമീലത ബിഅൽവാനിൻ സൈത്തിയ. أخبر القائد اللبات بأخبار المسؤول الخطيرة. قائد എന്ന് പറഞ്ഞാൽ കമാൻഡർ, സൈന്യാധിപൻ. അല്ലാബിത്, ലാബിത് അറബ് ഓഫീസർ, പട്ടാളക്കാരൻ. ബി അഖ്ബാർ ന്യൂസ്. മസ്ഊൽ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഖതീറത്ത് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള. അപ്പൊ എന്താ പറയാം? അഖ്ബറ അഖ്ബറൽ ഖായിദു അല്ലാബിത അൽ മസ്ഊല ഡേഞ്ചർ ആയിട്ടുള്ള ന്യൂസുകള് ഉത്തരവാദിത്തപ്പെട്ട പട്ടാളക്കാരനെ സൈന്യാധിപൻ അറിയിച്ചു. ഓക്കെ, ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക.
ഞാൻ വായിച്ചു തരാം. അതായത് എന്റെ മോഡൽ ഇതാണ്. തലാമീദ് സലാസ് സഅഅത്ത് അമലൽ വാജിബ്. അപ്പൊ ഇങ്ങനെ പറയാം, യഖ്ളി ബഅദു തലാമീദ് സലാസ് സഅഅത്തിൻ ഫി അമലിൽ വാജിബ്. അതുപോലെ അൽ മുസ്ലിമീൻ ഇദ്ദത്ത് സഅഅത്ത് തിലാവത്തുൽ ഖുർആൻ. അപ്പൊ ഇങ്ങനെ പറയാം, യഖ്ളി ബഅദുൽ മുസ്ലിമീന ഇദ്ദത്ത് സഅഅത്തിൻ في تلاوة تلاوة في القرآن. تلاوة القرآن. نعم. അതുപോലെ ബാക്കി السائقين 9 ساعات قيادة السيارة. يقضي بعض السائقين ഉം. 9 ساعات في ساعات قيادة. في قيادة السيارة. അതിന്റെ മീനിങ് അറിയില്ലേ? സായിഖ് എന്ന് പറഞ്ഞ ഡ്രൈവർ. ഡ്രൈവർ. الطلاب طلاب 7 سنوات دراسة. يقلي بعض الطلاب طلاب 7 سنوات في دراسة. في دراسة. طب ഓക്കെ, അടുത്തത് يقلي بعض اللاعبين ساعتين في لعب لاعبين في لعب القرآن. ഓക്കെ, അഹ്സൻ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളൂ, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനും കൂടി ശ്രമിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ അതിൻ്റെ ചെയ്യാം. ഇനി അടുത്ത പുതിയ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പൊ അതുവരെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് ഇതിനൊരു നോട്ട് ബുക്കിൽ ഫുള്ളായിട്ട് ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആക്ടിവിറ്റീസ് പറയുന്ന സമയത്തൊക്കെ സെൽഫായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? If you have any doubts, you can ask. Otherwise, let's continue. ഹംസ് ബനാത്ത് ഹംസത്ത് ഔലാദ് പറഞ്ഞില്ലേ, ആ അതൊന്നും കൂടെ ഒന്ന് പറയാം. അത് ഞാൻ പറയാത്തെന്താ വെച്ചാൽ നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണോ അല്ലാതെ അതിലേക്ക് കിടക്കാതെ ഒരു കോംപ്ലിക്കേറ്റഡ് മസല. അതായത് സിമ്പിൾ ആയിട്ട് കുറച്ച് ആദ്യത്തെ ഒരു ഇത് പറയാം. ഇപ്പൊ നമ്മൾ ഔലാദ് എടുക്കുക, ഒരു വലതും ഉണ്ട് ബിൻത്തും ഉണ്ട്. ഇവിടെ വലത് മുദക്കറാണ്, ബിൻത്ത് മുഅന്നസ് ആണ് അല്ലെ. അപ്പൊ നമ്മള് ഇപ്പൊ വലതിന്റെ എണ്ണം പറയാണ്, അതേപോലെ ബിൻത്തിന്റെയാണ് എണ്ണം പറയുന്നത്. നമ്മുടെ എണ്ണം എന്തിന്റെ എണ്ണാണോ പറയുന്നത് ആ വസ്തു അത് മുദക്കറാണോ മുഅന്നസ് ആണോ എന്ന് ആദ്യം നോക്കുക. ഇപ്പൊ ഇവിടെ വലത് മുദക്കറാണ്. ഇപ്പൊ നമ്മൾ വലതിന്റെ എണ്ണം പറയുന്ന സമയത്ത് നമ്മൾ അതിനെ പിന്നെ ഒരു 3 മുതൽ 10 വരെയുള്ള എണ്ണം പറയുമ്പോഴാണ് ഇത് ഈ ഒരു ഇപ്പൊ പറയുന്ന നിയമം അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു 8 ആൺകുട്ടികളുണ്ട് ക്ലാസ്സിൽ എന്ന് പറയാം. 8 എന്താ പറയാ, 2 എണ്ണം പറയാം അല്ലെ. സമാനിയത്ത് എന്നും ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സമാനിയ എന്നും പറയാം, സമാനി. അപ്പൊ ഇവിടെ വലത് ആയതുകൊണ്ട് വലത് മുദക്കറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഓപ്പോസിറ്റ് ഉപയോഗിക്കാം. അപ്പം വലതാണ് നമുക്ക് പറയണമെങ്കിൽ സമാനിയത്തു ഔലാദിൻ. അതേ സമയത്ത് ബിൻത്ത് പെൺകുട്ടി, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കാം, ഫിസ്സൊഫി സമാനി ബനാത്തിൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഞാൻ ഇനി ഒരു ഉദാഹരണം ഞാൻ ചോദിക്കും. എന്റെ അടുക്കല് പിന്നെ 5 ആപ്പിൾ ഉണ്ട്. 5 ആപ്പിൾ ഉണ്ട്. എന്റെ ആപ്പിളിന് എന്താ പറയാ, തുഫാഹ. തുഫാഹ. അത് മുദക്കറ മുഅന്നസ? മുഅന്നസാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, 5 എങ്ങനെ പറയണം? ഹംസു ഹംസു തുഫാഹ. ജമ്മാക്കിട്ട് പറയാം, തുഫാഹാത്തിൻ. എന്റെ അടുക്കൽ 5 ഓറഞ്ചസ് ഉണ്ട്. I have 5 oranges. എന്റെ ഹംസത്തു ബുർത്തുകാലിന്റെ ബുർത്തുകാലാത്ത് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടോ? ബുർത്തുകാല് മുഅന്നസ് അല്ലേ, പക്ഷെ നമ്മൾ അതിന്റെ മുഫ്രദാണ് നോക്കുക. അതുപോലെ വലത് നോക്കുന്ന പോലെ നമ്മൾ ആദ്യം അതിന്റെ മുഫ്രദായിട്ട് നിൽക്കുമ്പോൾ അത് മുദക്കറാണ് മുഅന്നസ് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ ജമ്മാക്കണം. ജമ്മാക്കുമ്പോൾ ചില സാധനങ്ങള് ബുദ്ധിയില്ലാത്ത വസ്തുക്കളൊക്കെ ജമ്മാക്കുന്ന സമയത്ത് മുഅന്നസാണ്. അത് കോമൺ നിയമം. ഏത് വസ്തു, ഇപ്പൊ കിതാബ്, ഇപ്പൊ ഉദാഹരണം പറയാം, കിതാബ് പറയുമ്പോൾ എങ്ങനെ പറയാം, എന്റെ അടുക്കൽ 10 കിതാബ് ഉണ്ട്, എങ്ങനെ പറയും? എന്റെ അഷർ എന്നാണ്, അഷറത്ത് എന്നാണ്? അഷറത്ത് കുത്തുബിൻ. എന്റെ അടുക്കൽ 10 കിതാബ് ഉണ്ട്. എന്റെ അടുക്കൽ 9 എന്തുണ്ടെന്ന് പറയാം, പിന്നെ പേന ഉണ്ട്, എങ്ങനെ പറയും? അക്കലാമിൻ. അക്കലാം ജമ്മാക്കി വരാം. ഓക്കെ, ഇനി 10 മാറ്റിയിട്ട് എന്റെ അടുക്കല് പിന്നെ 9 നോട്ട് ബുക്ക് ഉണ്ട്, എന്ന് പറയും? അത് നോട്ട് ബുക്ക് വേണ്ട, എന്താ പറയാ, കുറച്ചൊരു മുഅന്നസ് ആയിട്ടുള്ള പറയുകയാണെങ്കിൽ 12 പറയാം. 12 ജമ്മു പറയാൻ പറ്റില്ല,
ഒരു മുഅന്നസായ വേറെ പറയാം, ഒരു സഹറത്ത്. ഓക്കെ, 9 പൂക്കളുണ്ട്. അപ്പൊ എങ്ങനെ പറയും? تسعة تسعة أزهار. അസ്ഹാർ. തിസ്ഉ അസ്ഹാറിൻ. എന്റെ തിസ്ഉ അസ്ഹാർ. അങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, Okay. ഇപ്പൊ ക്ലിയർ ആയോ? clear. ഓക്കെ, അപ്പോ നമുക്ക് ഇൻഷാല്ല കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.